എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന സാറ്റലൈറ്റ് 80 ഡിഗ്രി ഓട്ടോ കവറേജ് സാറ്റലൈറ്റാണ്. നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 80 ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ എളുപ്പം 83 ഡിഗ്രി ട്രാക്ക് ചെയ്യുക. 83 ഡിഗ്രി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ LNBൻ്റെ സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗം. അതായത് ആ രണ്ട് കാലുള്ള ഭാഗം ആണ് കറക്റ്റ് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗമാണ് ഡിഷിൻ്റെ ബാക്ക് സൈഡ്. നമ്മൾ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. 83 ഡിഗ്രി ട്രാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഡിഷിൻ്റെ ബാക്ക് സൈഡിലെ ചെരിവ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. 83 ഡിഗ്രീൻ്റെ LNBൻ്റെ സ്ക്യൂവിൻ്റെ അവിടെ കറക്റ്റായിട്ടൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് മീറ്ററിൽ 83ൻ്റെ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കാം. 83ൻ്റെ സിഗ്നൽ നോക്കുക, 76% കിട്ടുന്നുണ്ട്. ഈ TPൻ്റെ സിഗ്നലാണ് മാക്സിമം കൂട്ടി വെക്കേണ്ടത്, 76%. ഡിഷിൻ്റെ അടിഭാഗത്തായിട്ട് റൗണ്ട് സൈഡിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഡിഗ്രീൻ്റെ നേരെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മാർക്കിംഗ് ആണ് കാണുന്നത്. 83 ഡിഗ്രി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 80 ഡിഗ്രി എങ്ങനെ ട്രാക്ക് ചെയ്യുന്നത് നോക്കാം. 83ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 80ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അകലം എത്ര ഉണ്ട് നോക്കാം. എൺപത്തിമൂന്നിന്ന് 80ലേക്ക് LNBൻ്റെ സ്ക്യൂ തിരിക്കുകയാണ്. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്, ഉണ്ടല്ലോ. ഇപ്പോൾ 80ലാണ് LNB സ്ക്യൂ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കാലിൻ്റെ ഒത്ത സെൻട്രലായിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ 83 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 80 കൊടുത്തിട്ടുണ്ട്. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടാണ് 80 ഡിഗ്രി ട്രാക്ക് ചെയ്യേണ്ടത്. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗമാണ് കാണിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ അളവ് നോക്കാം. 83 നിന്ന് 80ലേക്കുള്ള എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്നുള്ളത് നോക്കാം. ഡിഷിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. നോക്കുക, 80ലേക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്. ബാക്ക് സൈഡിൽ നിന്നിട്ട് ഡിഷ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലത് കൈൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗം, ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് ബാക്ക് ഭാഗം. ബാക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ 80ലേക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. സ്റ്റാൻഡിൻ്റെ അടിഭാഗമാണ് കാണിക്കുന്നത്. കാലിൻ്റെ ചെരിവ് എത്ര ഉണ്ട് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തത് 83 നിന്ന് 80ലേക്ക് LNBൻ്റെ സ്ക്യൂ മാറ്റിയിട്ടുണ്ടല്ലോ, കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഡിഷിൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡിഷിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആരോ മാർക്കാണ് കാണുന്നത്. എനിക്ക് കൂടുതലായിട്ട് സിഗ്നൽ കിട്ടുന്ന TP ആണ് 11544 വെർട്ടിക്കൽ 45000. ഇനി ഡിഷ് തിരിക്കാൻ പോവാണ്. 83 നിന്ന് 80ലേക്കാണ് തിരിക്കാൻ പോകുന്നത്. മീറ്ററിൽ TP ആഡ് ചെയ്തു. ബസർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇനി സിഗ്നൽ നോക്കാം. ഡിഷ് തിരിക്കാൻ പോവുകയാണ്. 83 നിന്ന് 80ലേക്കാണ് തിരിക്കുന്നത്. നോക്കുക, ബാക്ക് ഭാഗം പിടിച്ചിട്ടാണ് തിരിക്കുന്നത്. വീഡിയോ ചെയ്യുന്നതും ഡിഷ് തിരിക്കുന്നതും കൂടി ആയതുകൊണ്ട് ഒരേപോലെ ക്ലിയർ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ഭാഗം ക്ലിയർ ആക്കിയിട്ട് മറ്റേ ഭാഗം ചെയ്യാം. നോക്കുക, ഈ സൈഡ് ക്ലിയർ ആക്കി ഇതേപോലെ നിങ്ങൾ സൈഡിൽ മാർക്ക് ചെയ്യുക. റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബാക്ക് ഭാഗം ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ഭാഗം നോക്കുക, ഉണ്ടല്ലോ, ബാക്ക് ഭാഗം ക്ലിയർ ആണ്. ഇനി ഫ്രണ്ട് ഭാഗം ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി സിഗ്നൽ മീറ്ററിൽ നോക്കാം. ബസർ അടിച്ചിട്ടുണ്ട്. 28% കിട്ടുന്നുണ്ട് ഒരു TP. 28% ഒരു TP വരുന്നത്. ഇനി അടുത്ത TPൻ്റെ സിഗ്നൽ എത്ര ശതമാനം കിട്ടുമെന്ന് നോക്കാം. അതില്ല. അടുത്ത TP 28 വരുന്നുണ്ട്.
അതൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയർ ആവും. പിന്നീട് വരുന്ന TP 28 ഉണ്ട്. അപ്പോൾ ഏകദേശം സിഗ്നൽ ഓക്കെയാണ്, ഉണ്ടല്ലോ, കറക്റ്റാണ്. ഷീറ്റ് വെക്കാതാണ് ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഷീറ്റ് വെച്ചിട്ട് സിഗ്നൽ കൂടുന്നുണ്ടെന്ന് നോക്കാം. TP ആണ് സിഗ്നൽ കൂടുന്നത്. 111.06 എത്ര ശതമാനം ഷീറ്റ് വെച്ചിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ടിപ്പിൻ്റെ സിഗ്നൽ നോക്കാം. 39% 28 39 വന്നു. അടുത്ത ടിപ്പിൻ്റെ സിഗ്നൽ നോക്കാം. അടുത്ത ടിപ്പിൻ്റെ സിഗ്നൽ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കാം. അത് 28 39 വന്നിട്ടുണ്ട്. 2 ടിപ്പിൻ്റെ സിഗ്നൽ ഫ്രണ്ടിൽ ഷീറ്റ് വയ്ക്കുമ്പോൾ കൂടിയിട്ടുണ്ട്. 2 ടിപ്പിൻ്റെ സിഗ്നലാണ് ഫ്രണ്ടിൽ ഷീറ്റ് വയ്ക്കുമ്പോൾ കൂടിയിട്ടുള്ളത്. റിസീവറിലേക്ക് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ചാനൽ ട്യൂൺ ആവും എന്നുള്ളത് നോക്കാം.